എന്നും സോഷ്യൽ മീഡിയയിൽ വിവാദ താരമാണ് രേണസുതി. ചെയ്യുന്നതെന്തും ചർച്ചയായി മാറാറുണ്ട്. ഉദ്ഘാടനങ്ങളും അഭിനയവുമായൊക്കെ നല്ല തിരക്കിലാണ്. ഏത് തിരക്കായാലും മീഡിയയുമായി സംവാദിക്കാറുമുണ്ട് അവർ. ആരെന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കാറുമുണ്ട്. പലപ്പോഴും രേണു തന്നെയാണ് കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നതിനുള്ള വിമർശനം ഉയർന്നു കേൾക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ആരോടായാലും ഞാൻ പറയും. ഈ കാണുന്ന വിമർശനങ്ങൾക്കും നെഗറ്റീവ് ഒന്നും എന്നെ എവിടെയും ബാധിക്കുന്നതുമില്ലെന്ന് അവർ വ്യക്തമാക്കി. അപൂർവമായി മാത്രമാണ് കമന്റുകളൊക്കെ നോക്കുന്നത്. ആരെങ്കിലും പറയുമ്പോഴാണ് അതേക്കുറിച്ച് അറിയുന്നതെന്നും രേണു പറഞ്ഞു. തനിക്കെതിരെയുള്ള മഞ്ജു പത്രോസിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയാകുകയാണ് രേണു ഇപ്പോൾ. അവർ എൻ്റെ പേര് പറഞ്ഞിരുന്നു. ഞാനത് കേട്ടിരുന്നില്ല. എനിക്കറിയത്തുമില്ല. എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. ഒട്ടുമിക്ക മീഡിയക്കാരും സുഹൃത്തുക്കളാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇങ്ങനെയാണ്. മനസ്സിലൊന്നും വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കാൻ എനിക്കറിയില്ല. അങ്ങനെ പെരുമാറുന്ന ആളല്ല ഞാൻ. അവരെന്ത് ചോദിച്ചാലും തമാശയ്ക്ക് എടുത്ത് ആ രീതിയിലാണ് മറുപടി പറയാറുള്ളത്. അല്ലാതെ അത് വിഷയമാക്കാൻ നിൽക്കാറില്ല ഞാൻ എന്നായിരുന്നു രേണു പറഞ്ഞത്. ആ ചേച്ചി ടാറ്റൂ അടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചു. വീഡിയോ പോസ്റ്റ് ചെയ്തു. അവരുടെ ഡ്രസ്സും കാണിച്ചിരുന്നു. ഞാൻ ഇതൊന്നും ഒന്നും പറയുന്നില്ല, ഇടപെടുന്നുമില്ല. പിന്നെ ഇവരൊക്കെ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എനിക്കറിയില്ല. ഈ പറയുന്ന എല്ലാ സെലിബ്രിറ്റികളും അവരുടെ ഇഷ്ടത്തിനല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. രേണുസുതി ചെയ്താൽ മാത്രമാണോ പ്രശ്നം? ഈ അടുത്ത് കഴിഞ്ഞാൽ മുഴുവൻ തെറി കമന്റാണ്. എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പോട്ടെ, ആളുകൾ തിരുത്താൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ വഴിക്ക് പോകും. ആത്മാഭിമാനം പണയപ്പെടുത്തി ജീവിക്കരുത്. ഓൺലൈൻ മാധ്യമങ്ങൾ സെലിബ്രിറ്റികളോട് പെരുമാറുന്ന രീതി അത്ര നല്ലതെന്ന് അഭിപ്രായം അന്ന് മഞ്ജു പങ്കുവച്ചിരുന്നു. ഡബിൾ മീനിങ്ങും ബഹുമാനമില്ലായ്മയും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളോട് ഇങ്ങനെ സംസാരിക്കാൻ മറ്റൊരാൾക്ക് നമ്മളായിട്ട് ധൈര്യം കൊടുക്കരുത്. നമ്മൾ തന്നെ അക്കാര്യത്തിൽ നിലപാടെടുക്കണം. ഒരാൾ മോശമായി പെരുമാറാൻ പിന്നീട് അത് ആവർത്തിക്കാത്ത വിധത്തിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കണമെന്നും മഞ്ജു പത്രോസ് പറഞ്ഞിരുന്നു. ഒരു സ്ത്രീ കാറിൽ കയറുമ്പോൾ പുറകിൽ നിന്ന് പരിഹാസത്തോടെ ഒരാൾ കമന്റ് ചെയ്തിട്ടും അവർ പ്രതികരിക്കാതെ ചിരിച്ചു പോകുന്നത് കണ്ടിട്ട് സങ്കടം തോന്നി. അത്തരം സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുതെന്നും വീഡിയോയിൽ മഞ്ജു പറഞ്ഞു.